അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ അടുത്തൊരു വ്ളോഗിലേക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് മാങ്ങ പറിച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ജ്യൂസ് അടിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ടൈം എത്രയും അങ്ങോട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ നമ്മൾ വൈകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പറിച്ച് വെച്ചിരുന്ന മാങ്ങയെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ അത്യാവശ്യം വിളഞ്ഞ മാങ്ങയാണ്, പിന്നെ ഇതിൽ ചിലതൊക്കെ പച്ചയുണ്ട്. അതിപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വിളഞ്ഞ മാങ്ങയും ഈ ഒരു പച്ച മാങ്ങയും കൂടെ ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് അടിക്കുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ബാലൻസ് ആയിക്കോളും. അങ്ങനെ നമ്മൾ കഴുകിയെടുത്ത മാങ്ങയെല്ലാം നേടി ഇവിടെ പൂളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം മൊത്തം ഒന്ന് പൂളി എടുക്കണം. മൊത്തം പൂളിയിട്ട് നമുക്കിത് പിന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് പരിപാടിയേ ഉള്ളൂ. എന്തായാലും സിമ്പിളായിട്ടാണ്, വലിയ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ആയിട്ട് ചെയ്യുന്നതല്ല. ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും സിമ്പിളായിട്ടൊരു മാങ്ങ ജ്യൂസ് നമുക്ക് അടിച്ചു കുടിക്കാം. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത് ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുമോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുമോ എന്തെങ്കിലും ചെയ്യണം. വീട്ടിൽ ഇതുപോലൊക്കെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ചൊക്കെ പറിച്ച് ഇതുപോലൊക്കെ ഒരു ജ്യൂസൊക്കെ അടിച്ച് വേണമെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു റിഫ്രഷ്മെൻറ്റാണ്. എനിക്കെന്തായാലും ഈ ഒരു മാങ്ങ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ്. കാരണം അത് കുറച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നതിൻ്റെ ആ ഒരു ഫീലുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേകമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് മാങ്ങയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ജ്യൂസൊക്കെ അടിച്ചൊക്കെ വെക്കും. എന്തായാലും നമ്മളിവിടെ എടുത്ത അത്രയും മാങ്ങ നമ്മൾ വേണ്ടി ഇവിടെ ചെത്തിപ്പൂളി നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ജ്യൂസ് അടിക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ 50K ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നാളത്തെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ 50Kയിലേക്ക് എനിക്ക് എത്തിക്കാനായത്. എന്തായാലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ തന്നേര്. എന്തായാലും 50K ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലൊരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചാൽ എന്തായാലും എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തിക്കോളും. അങ്ങനെ എന്തായാലും ഇപ്പോൾ നമ്മൾ മാങ്ങ ഓരോന്നോരോന്നായിട്ട് ചെത്തിപ്പൂളി നമ്മൾ എടുക്കുവാണ്. എന്തായാലും കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഒരു സാവകാശം എല്ലാം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കുവാണ്. എന്തായാലും മാങ്ങയെല്ലാം അത്യാവശ്യത്തിന് ചെത്തിപ്പൂളി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ ചെത്തിപ്പൂളി ഇടുന്നതനുസരിച്ച് അവനത് അരിഞ്ഞു എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. കാരണം കുറച്ച് പേർക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്കും കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികമായിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നേരത്തെ തൊട്ടേ നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയേ ഉണ്ടാക്കാറുണ്ട്. കാരണം എല്ലാവർക്കും കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം അവർ കഴിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ അരിഞ്ഞെടുത്ത മാങ്ങയെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് അടിച്ചെടുക്കാം. നമ്മൾ ആദ്യമൊന്നും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം നമുക്ക് എന്തോരം തിക്കാണോ അതിനനുസരിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളം ഓവറായി പോയാൽ സാധനം മൊത്തം കയ്യിൽ പോകും. എന്നാൽ ഒരുപാടങ്ങ് തിക്കും ആവരുത്, ഒരുപാടങ്ങ് ലൂസും ആവരുത്, അതിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കണം. പിന്നുള്ള കാര്യമാണ് ഇതേപോലെ ജ്യൂസൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മളത് അരിച്ചെടുക്കുന്ന പരിപാടി. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അരിച്ചെടുക്കലോ പരിപാടിയും നമുക്ക് ആവശ്യമില്ല. കാരണം ഇതിങ്ങനെ തന്നെ ഈ ഒരു തിക്ക് ഫോമിൽ തന്നെ നമുക്ക് കുടിക്കാവുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അരിക്കൽ പരിപാടിയൊന്നും കാര്യങ്ങളില്ല. എന്തായാലും നമ്മളിവിടെ എല്ലാവർക്കും അരിക്കാതാണ് ഇഷ്ടം. കാരണം ചിലയിടത്തൊക്കെ നമ്മൾ അരിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസാവും സാധനം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂവാണ്ടനായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലധികം നാരങ്ങനെ നമുക്ക് ശരിക്കും ആ ഒരു എന്താ പറയുക നാവിലങ്ങനെ തടയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വലുതായിട്ട് അരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചില മാങ്ങയുടെ ഓരോ രീതി വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്ര ജ്യൂസിട്ട് അടിച്ചാലും അത് നമ്മൾ പിന്നെ കുടിക്കുമ്പോൾ നാക്കിൽ ഇങ്ങനെ ഒരു നമുക്ക് നാരി പോലെ ഫീൽ ചെയ്യും. ആ സമയത്തൊക്കെ നമ്മൾ അരിച്ചെടുക്കേണ്ടതിനായിട്ട് വരും. കാരണം അത് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് അങ്ങ് തിക്ക് ഫോമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം അങ്ങ് ചേർക്കും. കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ബാക്കിയുള്ളതായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും എല്ലാം ബാലൻസ് ആയി നിന്നോളൂ. പിന്നെ മധുരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ കുറച്ച് പഞ്ചസാര ഇട്ടുള്ളായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് കുറച്ച് പുളിയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് പഞ്ചസാര വീണ്ടും ചേർത്തായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് പുളിയുണ്ടെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് പിന്നെ ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ കുറച്ചധികം ഇച്ചിരി പഞ്ചസാര ഇട്ടാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും, പുളിയൊക്കെ ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വേണ്ട ജ്യൂസ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ മാങ്ങ ജ്യൂസ് കുടിക്കുക. അതെ, കൊള്ളാല്ലേ, അടിപൊളി. നമ്മൾ അരിച്ചൊന്നും എടുത്തല്ല, നമ്മൾ അരിച്ചെടുത്തിട്ടില്ല. പഞ്ചസാര നമ്മൾ ചാല കൊടുത്തിട്ടുള്ളൂ വേണ്ടത്രേ. കാരണം ഇടയ്ക്ക് കുറച്ച് പുളിയുള്ള മാങ്ങ, പുളി പച്ച മാങ്ങ, പച്ച ഓവർ പച്ചയല്ല കേട്ടോ, കുറച്ച് ഇതോടുള്ള മാങ്ങ ഉണ്ടായിരുന്നു. കൊള്ളാം, ഫുൾ മധുരമല്ല കേട്ടോ, എല്ലാം ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാലൻസ് ആയിട്ടുണ്ട് സാധനമെല്ലാം. നല്ല തിക്കുവാ സാധനം അല്ലേ? സാധനം എന്തായാലും എനിക്ക് ആസ്വദിച്ച് കുടിക്കണം. അതാണ് ഞാൻ ഇങ്ങനെ പെതിയെ കുടിക്കുന്നത്. എനിക്ക് ഒറ്റ വൈകി വരത്തില്ല, എനിക്ക് ആസ്വദിച്ച് കുടിക്കണം. സാധനം എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ, ടേസ്റ്റ്. പിന്നെ എല്ലാവരും ഈ സീസണിൽ എല്ലാവരും അടിച്ചു കുടിക്കുന്നത് അതാ, മാങ്ങയൊക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതെ, നമ്മളിവിടെ വിളഞ്ഞുകൊണ്ട് നമ്മളിപ്പം
അടിച്ചങ്ങ് കുടിച്ചു. അതിൽ അടിച്ചു കുടിക്കാതെ അടിച്ചു കുടിക്കുക. അതെ, അടിച്ചു കുടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയില് നമ്മൾ ഇതിന്റെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുമായി. അപ്പൊ ഈ വീഡിയോ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ട് അവസാനിക്കുക. ഓക്കെ.